ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് പോലത്തെ കള്ളയപ്പമാണ്. ഞാൻ ഇതിനകത്ത് കള്ളോ അല്ലെങ്കിൽ അരിപ്പൊടി കുറുക്കി ഒന്നും ഒഴിച്ചിട്ടില്ല, അല്ലാണ്ട് തന്നെ നല്ല സ്പോഞ്ച് പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ സ്പോഞ്ച് പോലത്തെ കള്ളയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതൊരു 6 മണിക്കൂർ വെള്ളത്തിനകത്തിട്ട് കുതിർത്തി വെള്ളമൊക്കെ കളഞ്ഞ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവോള, പിന്നെ 3 ടീസ്പൂൺ ചെറുജീരകം, 5-6 അല്ലി വെളുത്തുള്ളി, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് കള്ളപ്പത്തിനകത്തേക്ക് മെയിനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ അരി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ജാറിനകത്ത് 1/2 ജാറ് അരി ആട്ടോ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചെറുജീരകവും പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ കള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ചെറുള്ളിയാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ചെറുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സവോള യൂസ് ചെയ്താലും മതി. സവോള യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കള്ളയപ്പത്തിന് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ അരി നന്നായിട്ട് അരച്ചിട്ടുണ്ട്, കണ്ടോ. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കള്ളപ്പം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള മാവല്ല കേട്ടോ വേണ്ടത്. ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ കള്ളയപ്പം ഉണ്ടാകുമ്പോൾ അങ്ങ് പരന്നു പോകും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു വെക്കാം. ഇനി കുറച്ചൊരു അരിയുടെ ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ അരിയും ഇതിനകത്തേക്ക് ഞാൻ 1.5 തവി ചോറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, 3 ഗ്ലാസ് പച്ചരിയിലേക്ക്. അപ്പോൾ ഇതുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇനി ഞാൻ ഇതൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാനിവിടെ ചോറ് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നമ്മുടെ അപ്പത്തിന് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചോറിട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഈ മാവിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ 3 ഗ്ലാസ്സിലേക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു വലിയ തേങ്ങയാട്ടോ എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ തേങ്ങ അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കള്ളപ്പത്തിന് ഒതുക്കി ചേർക്കണമായിരിക്കും നല്ല. അപ്പോൾ ആ ഒരു തേങ്ങയുടെ ഫ്ലേവർ മുന്നിൽ നിൽക്കും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും ഞാൻ ഒതുക്കി കൊണ്ടുവരാം. അപ്പോൾ അതാ തേങ്ങ ഞാൻ ഒതുക്കിയിട്ടുണ്ട്, കണ്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഒരുപാട് ഇത് വെണ്ണ പോലെ അരച്ചിട്ടില്ല കേട്ടോ. ഇനി ഇത് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഈസ്റ്റ് ഇടുന്നില്ല. ഞാൻ അപ്പം ഉണ്ടാക്കുന്നേക്കാൾ ഒരു 5 മണിക്കൂർ മുന്നേ മാത്രമേ ഞാൻ ഇതിനകത്തേക്ക് ഈസ്റ്റ് ഇടുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് മൂടിയിട്ട് നല്ല ചൂടുള്ള സ്ഥലത്തേക്ക് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഏകദേശം 10 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം നമ്മുടെ മാവ് എങ്ങനെയുണ്ടെന്ന്. കണ്ടോ, നന്നായി പൊന്തി വന്നിട്ടുണ്ട് നമ്മുടെ മാവ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ഇതിനകത്ത് 5 മണിക്കൂർ മുന്നേ ഈസ്റ്റ് ഇടുള്ളൂ എന്ന് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഈസ്റ്റൊക്കെ ഇട്ടതാ, നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാൻ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ കുഴിയൻ തവിക്ക് ഒരു തവി എടുത്തിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനത്തെ ഒരു പാനിനകത്ത് നമുക്ക് സുഖമായിട്ട് 3 എണ്ണം വെച്ചൊക്കെ സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടൈമും ലാഭിക്കാം അല്ലേ. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ അപ്പത്തിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാം ഞാനൊന്ന് ഉണ്ടാക്കി ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ട് വരാം. അങ്ങനെ ഫൈനലി നമ്മുടെ ഇതാ കള്ളയപ്പം ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ, കണ്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ച് പോലത്തെ അപ്പമാണ്. അപ്പോൾ ഒരുപാട് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ ടാറ്റാ, ബൈ ബൈ.